ഹായ് ഹലോ നമസ്കാരം. മല്ലു മലയാളി കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി തിലോപ്പിയ മീനിനെ നാടൻ രീതിയിൽ പൊരിച്ചെടുക്കാൻ പോവുകയാണ്. മീൻ പൊരിക്കാനുള്ള മസാല നമുക്ക് തയ്യാറാക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, പെരിഞ്ജീരകം 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പകുതി ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. നമ്മൾ വെളിച്ചെണ്ണയിലാണ് മീൻ പൊരിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നല്ലപോലെ മസാല ഒരു കുഴമ്പ് രൂപത്തിലാവുന്ന വരയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ മീനിന് ആവശ്യമായ മസാല റെഡി ആയിട്ടുണ്ട്. മസാല മീനിലേക്ക് ഇട്ട് നന്നായി തേച്ച് പിടിപ്പിക്കുക. മീനിലേക്ക് മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നമുക്കതിനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. മീൻ പൊരിക്കാനുള്ള പാത്രം വെച്ച് കൊടുക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ മസാല പുരട്ടി വെച്ച മീൻ ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഏകദേശം മീനിൻ്റെ ഒരു ഭാഗം വെന്ത് കിട്ടാൻ 6-7 മിനിറ്റ് മതിയാവും. ഏകദേശം ഒരു 6-7 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മീനിനെ മറിച്ചിടാം. നേരത്തെ പറഞ്ഞ പോലെ 6-7 മിനിറ്റ് മറുഭാഗം കൂടി നമുക്ക് വേവിച്ചെടുക്കാം. നാടൻ രീതിയിൽ പൊരിച്ചെടുത്ത തിലോപ്പിയ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. ഇതിപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഞാനിവിടെ പൊരിച്ചെടുത്തിരിക്കുന്നത്. മീൻ കുറച്ചും കൂടി മൊരിഞ്ഞ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ 2-3 മിനിറ്റും കൂടി എണ്ണയിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്